നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നോക്കൂ, ഇന്നലെ ദിലീപ് കേസിൽ, അതായത് പൾസർ സുനി മുതൽ 6 പേരെ ശിക്ഷിച്ചതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തും ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിലൂടെ, പ്രത്യേകിച്ച് അഖിൽമാരാരുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ട സമയത്ത്, ഡമ്മി അങ്ങനത്തെ കേസൊക്കെ ഡമ്മി ഡെമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്, മറുഭാഗത്ത് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു പെൺകുട്ടിയുണ്ട് അല്ലേ, ഇരയാക്കപ്പെട്ട പെൺകുട്ടി. നമ്മളവരെ അതിജീവിത എന്ന് വിളിക്കുന്നു. അതായത് സ്വന്തമായിട്ട് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു സംഭവം പോലും കേൾക്കേണ്ട സിറ്റുവേഷനില്ല. അവരിപ്പോൾ അണ്ടർഗോ ചെയ്തിട്ടുള്ള ഇത്രയും 8 വർഷമായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു, അവരുടെ ലൈഫ് അന്ന് ആ ഒരു ഇൽ ഫേറ്റഡ് നൈറ്റിന് മുന്നേ എന്തായിരുന്നു അവരുടെ ലൈഫ്, അതിന് ശേഷം എന്താണ് അവരുടെ ലൈഫ് എന്നുള്ളത് നിങ്ങൾക്കോ എനിക്കോ ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് പറയുന്ന സമയത്തും ഞാൻ എപ്പോഴും നോക്കിയിരുന്ന കാര്യമാണ്, എന്താണ് അവരുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുമല്ലോ ഈ വിധി വന്ന സമയത്തൊക്കെ, എന്താവും അവരുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരുപാട് പേര് പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുറച്ച് മുന്നേ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അവരൊരു കുറിപ്പ് പങ്കുവെക്കുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മുടെ വീഡിയോയുടെ കോണ്ടൻറ്റ്. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടു എന്നറിയില്ല. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാൻ ആ കുറിപ്പ് ഇവിടെ വായിക്കാം. ഐഡൻറ്റിറ്റി ഒന്നും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് അവരുടെ കുറിപ്പ്. December 12, 2025. ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട്. മലയാളം വായിക്കാം കേട്ടോ. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനമെന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസിൽ കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ 1-ാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എൻ്റെ ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുൻപോ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം, എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു വന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. എത്രത്തോളം ഞാൻ ഈ വായിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം കൺവേ ആവുന്നുള്ള അറിയില്ല കേട്ടോ. ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ എൻ്റെ എത്ര പേര് ഈ വീഡിയോ കാണുമെന്നറിയില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഏത് രീതിയിൽ വായിച്ചു എന്നുള്ള അറിയില്ല. പക്ഷെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ, നമുക്ക് ഒരിക്കലും ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും മനസ്സിൽ ആ പെൺകുട്ടിയുടെ മുഖം എനിക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എന്താണ് അവർക്ക് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ല നമ്മൾ കേട്ടതാണ് അതിനെക്കുറിച്ചൊക്കെ. നിയമത്തിന് മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല, ബോൾഡിൽ എഴുതിയിട്ടുണ്ട് അവർ. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമൻറ്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങളത് തുടരുക, അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആണ് അവർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അവർ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുകൂടി വായിക്കാം.
ഈ ട്രയൽ കോടതിയിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങൾ ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. ഇതൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ച കേട്ടോ. ഈ കേസിൽ ആദ്യം എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതം ഉണ്ടെന്ന് തോന്നൽ ഉറപ്പായതിനാലാണ് അത്. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നൽകപ്പെട്ടത്. ഞാൻ ഒരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണം എന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേരുന്നു. ഇതെൻ്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു. എൻ്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായും വന്നിട്ടുണ്ട്. ഈ കേസിൻ്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്നാണ് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നു. So many people have inspired me to be nothing like them. Thank you all for all the lessons എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത്. നോക്കൂ, ഒരുപാട് കാര്യങ്ങൾ ശരിക്കും വീണ്ടും ഒന്നും കൂടി മനസ്സിരുത്തിയിട്ട് ഈ ഒരു അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇത് സംഭവമുണ്ട്. നിങ്ങൾ ഒന്നും കൂടി ഇത് വായിക്കുന്ന സമയത്താണ് എത്രത്തോളം സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, എത്രത്തോളം വിഷമത്തോടു കൂടി ആയിരിക്കും, അല്ലാണ്ട് സന്തോഷത്തോടെ. ഇനി ഇതിനും എന്ത് ന്യായീകരണമാണ് സോ കോൾഡ് അതർ സൈഡ് ഉണ്ടല്ലോ, എന്ത് ന്യായീകരണമാണ്? എനിക്ക് ഈ വിഷയത്തിൽ ഈ പോസ്റ്റ് കണ്ടിട്ട് ഇതിൻ്റെ വിശകലനവുമായിട്ട് അഖിൽ മാരാറെ പോലുള്ള വ്യക്തികളൊന്ന് വരാൻ ഞാൻ പറയാമെന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പീപ്പിൾ ഹൂം വി ലുക്ക് ഫോർവേഡ്, നല്ല രീതിയിൽ ശ്രീജിത്ത് പണിക്കർ അല്ലേ, അങ്ങനത്തെ ആൾക്കാർ ഇതിനൊക്കെ നിരൂപണം ചെയ്ത് നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടല്ലോ. വരികൾക്കിടയിലൂടെ വായിച്ച് ഇതിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടെത്തുന്ന ആൾക്കാർ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് കേൾക്കാനാണ് നമുക്ക് ആഗ്രഹം. ഒരു വാചകം സത്യം പറഞ്ഞാൽ പറയാനുള്ളത്, അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം ചേർക്കുന്നുണ്ട്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. അവർ അന്ന് അണ്ടർഗോ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം മുതൽ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒടുവിൽ തിരിച്ചറിയുന്നു, നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. തിരിച്ചറിവ് നൽകിയ നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്നാണ് തരേ. ഈ യാത്രയിൽ ഇത്രയും കൂടെ മനുഷ്യന് സകല അയ്യോ, നിങ്ങൾ എത്ര പേര് ഈ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടു എന്നുള്ളത് അറിയില്ല. അവരുടെ പേജിലുണ്ട്, ഒരുപാട് പേര് അവർക്ക് സപ്പോർട്ടുമായി വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഞാനിപ്പോൾ കോപ്പി ചെയ്തതാണ്, ബിക്കോസ് നമുക്ക് അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ ഓഫാണ്, അതുകൊണ്ട് എന്താണ് കമൻസ് എന്നുള്ള അറിയില്ല. പക്ഷേ ഒരുപാട് പേര് ഇത് റീഷെയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഇത് റീഷെയർ ചെയ്തിട്ടുണ്ട്, റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡസൻ മേക്ക് എനി ഡിഫറൻസ് അല്ലേ? ഇനി ഇതിലൊരു ഒരു വ്യത്യാസം ഇതിലുണ്ടാവാനില്ല. അപ്പോൾ എന്താണ് ഇനിയും ഈ ഒരു കുറിപ്പ് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് സോ കോൾഡ് ന്യായീകരണം പറയുന്ന ആൾക്കാർക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. അവരെന്ത് ന്യായമാണ് ഇതിന് കണ്ടെത്തുക എന്നുള്ളത് അറിയില്ല. ഓക്കെ, യെസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.